ആഹാരം കഴിക്കാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. എന്നാൽ ഏത് ആഹാരം കഴിച്ചാലും അതിൽ ഷുഗർ ഉണ്ട് എന്ന പരാതി ഡയബറ്റീസ് ഉള്ളവർ പറയാറുണ്ട്. സംഭവം സത്യമാണ്. എന്നാൽ ആഹാരം കഴിച്ചുകൊണ്ട് ഡയബറ്റീസ് നിയന്ത്രിച്ചു നിർത്താനുള്ള മാർഗവും ഈ ഉലകത്തിലുണ്ട്. ജീവിതശൈലി രോഗങ്ങളിൽ തന്നെ ഏറ്റവും അധികം പരിഹാര മാർഗങ്ങളുള്ള ഒന്ന് ഡയബറ്റീസ് ആണ്. അതിനായി ആദ്യമേ ചെയ്യുന്നത് മധുരമടങ്ങിയ പ്രോസസ്ഡ് ഭക്ഷണ സാധനങ്ങളും പാനീയങ്ങളും ഒഴിവാക്കുന്നതാണ്. പിന്നെ ചെയ്യാവുന്നത് കാർബോഹൈഡ്രേറ്റ് ധാരാളമുള്ള അരി ആഹാരങ്ങൾ, ഗോതമ്പ് കൊണ്ടുള്ള ആഹാരങ്ങളൊക്കെ ദിവസം ഒരു നേരമായി ചുരുക്കാം. എന്നാൽ ഇതിനപ്പുറം ഡയബറ്റീസ് നിയന്ത്രിക്കുവാനായി വളരെ ഈസിയായി ചെയ്യാവുന്ന ഒരു കാര്യമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഭക്ഷണം കഴിക്കുന്ന അളവിൽ വലിയ നിയന്ത്രണം വരുത്തിയില്ലെങ്കിലും ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ചു നിർത്താം. എയിംസ്, ഹാർഡ്വേർഡ്, സ്റ്റാൻഫോർഡ് എന്നീ സർവകലാശാലകളിൽ ഉന്നത പഠനം പൂർത്തിയാക്കിയ ഒരു ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് പങ്കുവച്ച ഒരു വിവരമാണിത്. നാം ഭക്ഷണം കഴിച്ച ശേഷമുള്ള സമയത്താണ് രക്തത്തിലെ ഏറ്റവും അധികം പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നത്. സാധാരണ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് വിശ്രമിക്കാനാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ ഈ വിശ്രമിക്കുന്ന സമയത്താണ് ഭക്ഷണത്തിൽ നിന്നുള്ള പഞ്ചസാര രക്തത്തിലേക്ക് കൂടുതൽ എത്തുന്നതും ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നത്. എന്നാൽ രക്തത്തിലേക്ക് കൂടുതൽ പഞ്ചസാര എത്തുന്നത് തടയുവാൻ ഭക്ഷണത്തിന് തൊട്ടു പിന്നാലെയുള്ള ലളിതമായ വ്യായാമങ്ങൾക്ക് കഴിയും. ദിവസവും എല്ലാ നേരവും ഭക്ഷണം കഴിച്ച ശേഷം വെറുതെ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാതെ ഒരു 10 മിനിറ്റ് നേരമെങ്കിലും ശരീരം അനങ്ങുന്ന ജോലി ചെയ്യുകയോ നടക്കുകയോ ചെയ്യുന്നത് ശീലമാക്കിയാൽ ഡയബറ്റീസ് നോർമൽ ആകുവാൻ വേഗത്തിൽ കഴിയും. ഇതിനായി കഠിനമായി വ്യായാമം ചെയ്യണമെന്നില്ല. പ്രധാന ഭക്ഷണം അല്ലെങ്കിൽ ലഘുഭക്ഷണത്തിന് ശേഷം 10 മിനിറ്റ് നേരം വിശ്രമിക്കാൻ വിടാതെ നടക്കുകയോ ജോലി ചെയ്യുകയോ ആവാം. ഭക്ഷണശേഷം വിശ്രമിക്കാതെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ വലിയ തോതിൽ നിങ്ങൾക്ക് വിയർക്കും. ഇതൊരു അനുകൂല ഘടകമാണ്. ഇങ്ങനെ ഒരു വ്യായാമത്തിലൂടെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുവാൻ കാരണം നമ്മൾ നടക്കുമ്പോൾ പേശികൾ രക്തത്തിലുള്ള ഗ്ലൂക്കോസിനെ നേരിട്ട് വലിച്ചെടുക്കും. ഇത് ഗ്ലൂക്കോസിന്റെ അമിതമായ ഉൽപാദനം തടയുകയും കരൾ തുടങ്ങിയ അവയവങ്ങളിലേക്ക് അമിതമായി കൊഴുപ്പ് എത്താതിരിക്കുവാൻ സഹായിക്കുകയും ചെയ്യും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുവാൻ ഇൻസുലിൻ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ആ ഗ്ലൂക്കോസിനെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യാൻ വ്യായാമത്തിന് കഴിയും. എന്നാൽ അത് ഓരോ നേരത്തെയും ഭക്ഷണത്തിന് ശേഷം ചെയ്യുമ്പോൾ രക്തത്തിലൂടെ അമിതമായി എത്തുന്ന ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുവാൻ കഴിയും. ഇൻസുലിൻ അമിതമായി ഉൽപ്പാദിപ്പിക്കുവാൻ പാൻക്രിയാസിനുള്ള പ്രവർത്തനം ഇത് ലളിതമാക്കും. കരളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് കുറയ്ക്കുവാൻ കഴിയും. വയറിൽ അമിതമായി കൊഴുപ്പ് അടിയുന്നത് ഇല്ലാതാക്കുകയും കുടവയറുണ്ടാകുന്നത് തടയുകയും ചെയ്യും. ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ സുഗമം ആക്കുകയും എനർജി നിലനിർത്തുകയും ചെയ്യും. എല്ലാതരം ഡയബറ്റീസിനും ഈ ശീലം പ്രയോജനകരമാകും. പ്രീ ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ് എന്നീ വകഭേദങ്ങൾക്ക് ഇത് പ്രയോജനകരമാണ്. ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ അധ്വാനമില്ലാതെ ഒരുപാട് സമയം മാറ്റിവെക്കാതെ ആരോഗ്യകരമായ ജീവിതം നയിക്കുവാൻ ഇതുവഴി കഴിയും. ഇതുവരെ പറഞ്ഞ നിർദ്ദേശങ്ങൾ ഒരിക്കലും ഡയബറ്റീസ് മരുന്നുകൾ ഒഴിവാക്കിയിട്ട് ചെയ്യാനുള്ളതല്ല. ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചുള്ള മരുന്നുകൾ കഴിക്കുന്നതിനൊപ്പം ഡയബറ്റീസ് നിയന്ത്രിച്ചു നിർത്താനും ആരോഗ്യകരമായ സ്ഥിതിയിലേക്ക് തിരികെ എത്താനുമുള്ള ഒരു ശീലമാണ് നിർദ്ദേശിച്ചത്. ഡയബറ്റീസ് ഇല്ലാത്തവർക്കും ഒരുപാട് സമയം വ്യായാമത്തിനായി ചെലവഴിക്കാതെ ആരോഗ്യകരമായ സ്ഥിതി നിലനിർത്തുവാൻ കഴിയുന്ന ഒരു ശീലമാണിത്. വളരെ സിമ്പിൾ ആയ ഒരു കാര്യമാണിതെങ്കിലും ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക.